മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂലൈ 16 വ്യാഴം. സമാധാനപരമായ സാമൂഹികാന്തരീക്ഷം ഉറപ്പാക്കാൻ നിർമ്മിച്ച നിയമം തന്നെ നോക്കുകുത്തിയാവുന്ന അവസ്ഥ വന്നാൽ പിന്നെ എന്തുകണ്ടാണ് പൗരജനങ്ങൾ നീതിക്ക് വേണ്ടി കോടതികളെ സമീപിക്കുക എന്നു പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. നീതിപീഠം വീണ്ടും നിരാശപ്പെടുത്തുന്നു. മധ്യപ്രദേശിലെ ധാർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കമാൽ മൗല മസ്ജിദിൽ മുസ്ലിങ്ങളുടെ വെള്ളിയാഴ്ച പ്രാർത്ഥന തടഞ്ഞുകൊണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതി കഴിഞ്ഞ മെയ് 15 വിധി പറഞ്ഞിരുന്നു. ആ വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഏതാനും മുസ്ലിങ്ങൾ ഫയൽ ചെയ്ത അപ്പീൽ സുപ്രീം കോടതി ചൊവ്വാഴ്ച തള്ളിയതോടെ മുസ്ലിങ്ങൾക്ക് പള്ളിക്കകത്ത് വെള്ളിയാഴ്ച നമസ്കരിക്കാനാവാത്ത അവസ്ഥ തുടരും. പള്ളിക്ക് സമീപമുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ജുമുഅ പ്രാർത്ഥന നടത്താൻ സൗകര്യമൊരുക്കണമെന്നും കുഴപ്പമുണ്ടാക്കാൻ ആരെയും അനുവദിക്കരുത് എന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 3-അംഗ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശവും നൽകി. പ്രസ്തുത ആരാധനാ സമുച്ചയത്തിൻ്റെ സ്വഭാവം ഹിന്ദു ക്ഷേത്രത്തിൻ്റേതാണ് എന്നും അതൊരു സരസ്വതി ക്ഷേത്രമായിരുന്നു എന്നുമായിരുന്നു ഹൈക്കോടതി വിധിച്ചത്. പുരാവസ്തു സർവേ വകുപ്പിൻ്റെ അഥവാ ASIയുടെ തീരുമാനമനുസരിച്ച് വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്കും ചൊവ്വാഴ്ച ഹിന്ദുക്കൾക്കും പ്രാർത്ഥന നടത്താൻ അനുവദിച്ചുള്ള 2003 ഒത്തുതീർപ്പ് വ്യവസ്ഥ റദ്ദാക്കിയതും പ്രസ്തുത ഹൈക്കോടതി വിധി തന്നെ. 13-ാം നൂറ്റാണ്ട് മുതൽ സൂഫി വര്യൻ കമാലുദ്ദീൻ ചിശ്തിയുടെ കേന്ദ്രമായിരുന്ന പള്ളിയിൽ നൂറ്റാണ്ടുകളായി പ്രാർത്ഥനകൾ നടന്നുവന്നതാണ്. പുരാവസ്തു വകുപ്പിൻ്റെ ഇടപെടലും കോടതി വിധിയും വരുന്നതുവരെ 5 നേരത്തെ പ്രാർത്ഥനകളും അതിൽപ്പെടും. പിന്നീട് 2003 ASI നടത്തിയ സർവേക്ക് ശേഷമാണ് ദിനേന 5 നേരത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയും വെള്ളി അല്ലെങ്കിൽ ചൊവ്വ ദിവസങ്ങളിലെ പ്രാർത്ഥനാ സംവിധാനം നിലവിൽ വരികയും ചെയ്തത്. ഇതിനെതിരെ ഒരു ഹിന്ദു സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി അതും വിലക്കിയത്. ആ വിധിക്കെതിരെ നൽകിയ മുസ്ലിം ഹർജിക്കാരുടെ അപേക്ഷയിലാണ് ചൊവ്വാഴ്ച സുപ്രീം കോടതി വിധി. 1991 ആരാധനാലയ നിയമമനുസരിച്ച് ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി മാറ്റിക്കൂടാ എന്ന കാര്യം സുപ്രീം കോടതിയിൽ മുസ്ലിം പക്ഷം വാദിച്ചിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം ഒറ്റ അപവാദമാണ് എന്നും മറ്റൊരു ആരാധനാലയത്തിന്മേലും ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പാടില്ലെന്നും അവർ വാദിച്ചു നോക്കിയെങ്കിലും ഫലിച്ചില്ല. സംഘർഷഭരിതമായ ബാബരി വിവാദഘട്ടത്തിൽ ഹിന്ദുത്വ നേതൃത്വം പല പള്ളികളുടെ മേലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പങ്ങൾ തടയാൻ ബാബരി ഒഴിച്ചുള്ള എല്ലായിടത്തും അത് നിരോധിച്ചുകൊണ്ടുള്ളതായിരുന്നു പ്രസ്തുത നിയമം. നിയമത്തിൻ്റെ 3-ാം ഖണ്ഡിക ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം മറ്റൊരു വിഭാഗത്തിൻ്റേതാക്കി മാറ്റുന്നത് വിലക്കുന്നു. 4-ാം ഖണ്ഡികയാവട്ടെ 1947 ആഗസ്റ്റ് 15 നിലനിൽക്കുന്ന അവസ്ഥയിൽ ഏതു ആരാധനാലയത്തിൻ്റെ കാര്യത്തിലും കോടതികളിൽ വ്യവഹാരമുണ്ടെങ്കിൽ അത് റദ്ദാവുമെന്നും നിശ്ചയിച്ചതാണ്. ഇതിനെതിരെയുള്ള നിയമനിർമ്മാണവും അസാധുവാകും. ഇതൊക്കെയായിട്ടും നിലനിന്ന സ്ഥിതിയിൽ കാതലായ മാറ്റം വരുത്താൻ മാത്രം എന്ത് സാഹചര്യമാണ് ഉണ്ടായത് എന്ന് ബോധ്യപ്പെടാൻ പ്രയാസം. 800 വർഷം നമസ്കാരവും 1995 ഒത്തുതീർപ്പനുസരിച്ച് ഇരുവിഭാഗത്തിൻ്റെ ആരാധനയും നടപ്പാകുമെങ്കിൽ എന്തുകൊണ്ട് അത് ഇനിയും തുടർന്നുകൂടാ എന്ന ഹർജിക്കാർക്കു വേണ്ടി ഹാജരായ മീനാക്ഷി അറോറയുടെ ചോദ്യം നീതിപീഠത്തിൻ്റെ മുന്നിൽ എന്നതുപോലെ ഇന്ത്യ എന്ന ബഹുമത അസ്തിത്വത്തിനു നേരെ കൂടിയാണ്. രാജ്യത്തെ പള്ളികളുടെ മേൽ എന്തൊക്കെയോ ഐതിഹ്യങ്ങളും ചരിത്ര വിവാദങ്ങളും ഉയർത്തി അവകാശവാദം ഉന്നയിക്കുന്ന പതിവു രീതി തന്നെയാണ് മധ്യപ്രദേശിലെ മൗലാ മസ്ജിദിൻ്റെ കാര്യത്തിലും സംഘപരിവാർ സ്വീകരിച്ചത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചും കോൺഗ്രസ് കാലത്തെ വർഗീയ കലാപങ്ങളുടെ കണക്കു പറഞ്ഞും നല്ല പിള്ള ചമയാൻ ശ്രമിക്കാറുണ്ടായിരുന്ന BJP സംഘപരിവാർ ക്യാമ്പ് ഇപ്പോൾ പച്ചക്ക് വർഗീയതയുടെ പക്ഷം ചേരുകയാണ്. രാജ്യത്തെ എല്ലാ പള്ളികളിലും ഹിന്ദു ചിഹ്നങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് ചുഴിഞ്ഞു നോക്കേണ്ടതില്ല എന്ന് RSS തലവൻ മോഹൻ ഭാഗവത് തന്നെ ഉപദേശിച്ചിരുന്നതാണ്. എന്നിട്ടെന്തായി? അയോധ്യയ്ക്ക് ശേഷം RSS അവകാശവാദം കുറിച്ചിട്ട വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദും മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദും കടന്ന് UPയിൽ സംഭാലിലെ ഷാഹി ഇമാം മസ്ജിദ് മുതൽ കർണാടകയിൽ ശ്രീരംഗപട്ടണത്തെ ജമാ മസ്ജിദ് വരെ അസംഖ്യം പള്ളികളുടെ മേൽ അവകാശവാദം തുടരുകയാണ് സംഘപരിവാർ. ഇതിനു പുറമെ ഭൂമി കയ്യേറ്റവും നിയമവിരുദ്ധ നിർമ്മാണവും ആരോപിച്ച് ബുൾഡോസർ കയറ്റി ഇടിച്ചു നിരത്തുന്ന പള്ളികളും.
നിയമപീഠം ഈ കൃത്യങ്ങളിലെടുക്കുന്ന നടപടികളൊന്നും മർമ്മത്തിൽ സ്പർശിക്കുന്നതോ കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുന്നതോ അല്ല. ഗ്യാൻവാബി വിഷയത്തിൽ പള്ളിയിലെ ജലസംഭരണിക്കടിയിൽ ശിവലിംഗമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാൻ അനുവദിച്ചതും 1991 ആരാധനാലയ നിയമത്തിനെതിരാവില്ല അതെന്ന് വിധിച്ചതും സുപ്രീം കോടതി തന്നെയാണ്. അതാണ് പിന്നീടുള്ള പല അവകാശവാദങ്ങൾക്കും വഴിയൊരുക്കിയതും. സമാധാനപരമായ സാമൂഹികാന്തരീക്ഷം ഉറപ്പാക്കാൻ നിർമ്മിച്ച നിയമം തന്നെ നോക്കുകുത്തിയാവുന്ന അവസ്ഥ വന്നാൽ പിന്നെ എന്തുകണ്ടാണ് പൗരജനങ്ങൾ നീതിക്ക് വേണ്ടി കോടതികളെ സമീപിക്കുക? കോടതികൾ ആത്മനിഷ്ഠമായോ വലിച്ചു നീട്ടിയ വ്യാഖ്യാനങ്ങളിലൂടെയോ ശക്തമായ നിലപാടുകൾ എടുക്കുന്നതിൽ നിന്ന് പിൻവലിയുകയും വൈകാരിക വിഷയമായതിനാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ന്യായം പറഞ്ഞ് അക്രമോത്സുക പക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വശം തൂങ്ങുകയും ചെയ്യുമ്പോൾ നീതിപീഠം വീണ്ടും നമ്മെ നിരാശപ്പെടുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മാധ്യമം പോഡ്കാസ്റ്റ്.